നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്തിലെ മുളയം പണ്ടാരച്ചിറ ചെക്ക് ഡാം റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സ്റ്റീൽ ആൻഡ് ഫോർജിംഗ് ലിമിറ്റഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ചും ധർണയും നടത്തി. നടത്തറ പഞ്ചായത്തിലെ അമ്പാടി ലൈൻ റോഡും നമസ്തേപുരം റോഡും റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. KPCC സാംസ്കാരിക സാഹിതി മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി മുല്ലക്കര മുളയം റോഡ് സബ് സെന്ററിലെ ഡോക്ടർമാരെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്തിലെ മുളയം പണ്ടാരച്ചിറ ചെക്ക് ഡാം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. മണലിപ്പുഴയ്ക്ക് കുറുകെ 2.5 മീറ്റർ നീളമുള്ള ചെക്ക് ഡാം വന്നതോടെ ജലസേചനത്തിനും കുടിവെള്ളക്ഷാമത്തിനുമുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരിഹരിക്കപ്പെടുന്നത്. കാർഷിക, സാമൂഹിക, സാമ്പത്തിക വികസനം ലക്ഷ്യം വെച്ചാണ് പണ്ടാരച്ചിറ ചെക്ക് ഡാം നിർമ്മാണം പൂർത്തീകരിച്ചത്. നടത്തറ പഞ്ചായത്തിലെ മുളയം, കൂട്ടാല, അയ്യപ്പൻകാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാർഷിക, ജലസേചന, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ജലദൌർലഭ്യം പരിഹരിക്കപ്പെടും. പീച്ചി അണക്കെട്ടിന് താഴെ 16 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പുഴയിലെ ജലനിരപ്പ് വളരെ താഴ്ന്ന നിലയിലാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഗാർഹിക ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലെ ജലം പര്യാപ്തമല്ല. ഇതിന് പരിഹാരം കാണണമെന്നുള്ള റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരവും ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും ആവശ്യപ്രകാരവുമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. 1.2 മീറ്റർ വീതിയിൽ 4 വെൻവേകളോടുകൂടിയ കോൺക്രീറ്റ് ചെക്ക് ഡാമിനോടൊപ്പം ഇരുനിലകളിലായി മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും സംരക്ഷണ ഭിത്തിയുമുണ്ട്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK അഭിലാഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T ദിലീപ് കുമാർ, ബിന്നി, ജോയ് ആനിക്കാട്ട്, അമൽ റാം, ജിനിത, ബിന്ദു, പ്രദീപ്, ജയൻ, ഇറിഗേഷൻ AE സിയാദ്, കരാറുകാർ അനിൽ, മനോജ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മണലിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലെ സമഗ്രമായിട്ടുള്ള കാർഷിക, സാമൂഹിക, സാമ്പത്തിക വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ചെക്ക് ഡാമാണ്. ഔപചാരികമായി ഇവരുടെ കണക്കനുസരിച്ച് 36 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ ഉയരത്തിലും ഒരു ചെക്ക് ഡാം നിർമ്മിച്ചു എന്നതാണ് ഇവരുടെ കണക്ക്. നേരത്തെ രജിത്ത് പറഞ്ഞതുപോലെ ഞങ്ങളതിന്റെ സാങ്കേതിക തികവുള്ളവരല്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഈ ചെക്ക് ഡാമിന്റെ പൂർത്തീകരണം വരുന്നതോടെ മുളയം, കൂട്ടാല, അയ്യപ്പൻകാവ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാർഷിക വൃത്തിക്കും ജലസേചനത്തിനും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള കുടിവെള്ളത്തിനും സമൃദ്ധമായിട്ടുള്ള ജലം ലഭിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പീച്ചി അണക്കെട്ടിന്റെ താഴെ 16 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് പുഴയിലെ ജലനിരപ്പ് വളരെ താഴുന്ന സ്ഥിതിയിലാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഗാർഹിക ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ജലനിരപ്പ് തീരെയും പര്യാപ്തമായിരിക്കില്ല. പല ഘട്ടങ്ങളിലും നമുക്ക് വേനൽക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കനാല് തുറന്നു വിടുന്നതിനെ കുറിച്ച് നിരന്തരമായി നാം ബോധവാന്മാരാണ്. ഓരോ തവണയും കനാല് തുറക്കുന്ന വെള്ളം തങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോയില്ല എന്നുള്ളതിനെ ചൊല്ലി ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസം അവരുടെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമല്ല, അതവരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ മണലിപ്പുഴയ്ക്ക് കുറുകെ ചെക്ക് ഡാം വേണം എന്നൊരാവശ്യം വളരെ കാലങ്ങളായി നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഒരാവശ്യമാണ്. അതിന്റെ പ്രോക്താക്കൾ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടാൻ ഒരുപാട് പേരും ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷേ നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള അവകാശവാദങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട റോഷി മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ തന്നെ ഉന്നയിച്ച, പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം ഉന്നയിച്ച ഒരു പൊതുപ്രശ്നം
നേരത്തെ മുതൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന ഒരു പ്രശ്നം ഒരു വർഷത്തെ സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രവർത്തനത്തിൽ MLA-മാർക്ക് 20% തുക മാറ്റിവെക്കാൻ പറ്റും. വടക്കാഞ്ചേരി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിന്റെ വികസന പ്രവർത്തനങ്ങൾ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി സർക്കാർ ധനസഹായത്തോടെ 12 കോടി രൂപയുടെ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും 2.5 കോടി രൂപയിൽ നിർമ്മിക്കുന്ന SIFL കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവുമാണ് മന്ത്രി SIFL-ൽ നിർവഹിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ അഭിമാനമായ ISRO-ക്കും DRDO, ബ്രഹ്മോസ്, ഇന്ത്യൻ നേവി, HAL തുടങ്ങി തന്ത്രപ്രധാനമായ മേഖലകളിലേക്കാണ് SIFL ഫോർജിംഗ്സുകൾ നൽകുന്നത്. കഴിഞ്ഞ മാസം കമ്പനിക്ക് ഇന്ത്യൻ നേവിയിൽ നിന്നും അന്തർവാഹിനികൾക്കാവശ്യമായ ഫോർജിംഗ്സുകൾ നൽകാനുള്ള 38 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ബ്രഹ്മോസ് മിസൈൽ ഭാഗങ്ങൾ നൽകാനുള്ള 25 കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് കഴിഞ്ഞ മാസം ലഭിച്ചു. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ കരുത്ത് സാന്നിധ്യമായ SIFL കര, നാവിക, വായുസേനകൾക്കാവശ്യമായ ഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ചു നൽകി. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് MD അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയുണ്ടായി. ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കുറേയൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ ഇനിയും സാധ്യതകളുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു B2B സെൻട്രൽ പബ്ലിക് സെക്ടർ ഡിഫൻസ് ഓർഗനൈസേഷൻ ഒക്കെ ആയിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് മുൻകൈയെടുത്ത് കൊച്ചിയിൽ നടത്തിയത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതിരോധ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിരവധി ഓർഡറുകൾ ലഭിക്കുകയുണ്ടായി. അത് നന്നായി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൂടുതൽ ഓർഡർ ലഭിക്കുന്നതിന് സഹായകരമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. പൊതുവെ വ്യവസായങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടത്. ഞാൻ രാവിലെ പാലക്കാടായിരുന്നു. 3 പദ്ധതികളിലായി നമ്മുടെ നിക്ഷേപ സംഗമത്തിൽ വന്ന 1450 കോടിയുടെ പദ്ധതികൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടാണ് വന്നത്. ആരോഗ്യമേഖലയിലുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നെഞ്ചുരോഗ ആശുപത്രി പരിസരത്ത് നിന്നും 100-ലധികം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് സമാപിച്ചു. വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. പ്രതിഷേധ ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ അധ്യക്ഷത വഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, MP വിൻസെന്റ്, അനിൽ അക്കര, ജോസ് വള്ളൂർ, ജോൺ ഡാനിയേൽ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജു കോടങ്കണ്ടത്ത്, A പ്രസാദ് തുടങ്ങി നിരവധി നേതാക്കളും പങ്കെടുത്തു. രീതിയിലുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിൽ മുതൽ ഈ 2-ാം പിണറായി സർക്കാരിന്റെ 4 കൊല്ലം പിന്നിടുന്നത് വരെയുള്ള ഈ കാലയളവിൽ കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന നടപടിയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന മിഷണറിമാരുടെ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളുണ്ട് എന്ന കാര്യം സന്തോഷത്തോടു കൂടി എടുത്തു പറയട്ടെ. നമുക്ക് നമ്മുടെ ജില്ലയിലും നന്നായി പ്രവർത്തിക്കുന്ന മിഷണറിമാർ നടത്തപ്പെടുന്ന നിരവധി ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്, മെഡിക്കൽ കോളേജുകളുമുണ്ട്. എന്നാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താ? അത് തന്നെയാണ് സ്ഥിതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ രോഗികൾ വരുന്ന സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മൂന്നാമത് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജാണ്. 4-ാമത് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ശരാശരി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം 5000-ൽ പരം ആളുകൾ OP-യിൽ വരുന്നുണ്ട്. OP ഉൾപ്പെടെ റിവ്യൂ അടക്കപ്പെടുന്ന 5000-ഓളം ആളുകൾ ഒരു ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്. അമ്പാടി ലൈൻ റോഡും നമസ്തേപുരം റോഡും നാടിന് സമർപ്പിച്ചു. നടത്തറ പഞ്ചായത്തിലെ 2 റോഡുകളാണ് നാടിന് സമർപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലെ നമസ്തേപുരം റോഡും 3-ാം വാർഡിലെ അമ്പാടി ലൈൻ റോഡുമാണ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നാടിന് സമർപ്പിച്ചത്.
മന്ത്രി രാജന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് 2 റോഡുകളും നിർമ്മിച്ചത്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്തിലെ 3ാം വാർഡ് അംഗം ER പ്രദീപ് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും സർവോദയ മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രാഷ്ട്രഭാഷാ പ്രചാരകനുമായിരുന്ന അടാട്ട് P. അച്യുതൻ നായരുടെ 23ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിൽവാസവും മർദ്ദനവും ഉൾപ്പെടെയുള്ള ത്യാഗങ്ങൾ അനുഭവിച്ച അച്യുതൻ നായർ സ്വാതന്ത്ര്യാനന്തരം ഗാന്ധിജി നിർദ്ദേശിച്ച പ്രകാരം അധികാരത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയായിരുന്നുവെന്ന് യോഗം അനുസ്മരിച്ചു. അയ്യന്തോൾ ഡോക്ടർ വയല വാസുദേവൻ പിള്ള കൾച്ചറൽ സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് P. രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സർവോദയ മണ്ഡലം നിവേദ് PS. സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജ്യോതിലക്ഷ്മി, വത്സല വാസുദേവൻ പിള്ള, ഡേവിസ് കണ്ണമ്പുഴ, K. ബാബു തോമസ്, KS. ശിവരാമൻ, ശ്രീനിവാസൻ കോവത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 26-ന് ക്ലാസുകൾ ആരംഭിക്കും. +2, ITI, ഡിപ്ലോമ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9495999688. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം KPCC സാംസ്കാരിക സാഹിതി മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കര മുളയം റോഡ് സർക്കാർ സബ് സെന്ററിലെ ഡോക്ടർമാരെ ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സാഹിതി മണ്ണുത്തി മണ്ഡലം ചെയർമാൻ ടിറ്റോ തോമസ് അധ്യക്ഷനായി. സിസ്റ്റർ ഷയന C. ബാബു, ജോണി അരിമ്പൂർ, ജാൻസി ടീച്ചർ, ജോസ് പുലിക്കോട്ടിൽ, PV ഹരിദാസ്, KK കാസിം, ഫിലോമിന ജോസ്, ആനി ജോർജ്, ഓമന ജോസ്, രാജേഷ് VR എന്നിവർ നേതൃത്വം നൽകി. ഈ അവസരത്തിൽ ഇവരെ ദിവസം നമ്മളിവരെ ആദരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. അതിനോടൊപ്പം ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് ആദരിക്കുന്ന മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ MU മുത്തുക്കയെ
സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ടിറ്റോ തോമസ്, ശ്രീ ജോഗി അരിപ്പൂര്, ശ്രീ ജോസ് പുലിക്കോട്ടിൽ, ശ്രീ കാസിംഫ, ശ്രീ ജാൻസി ടീച്ചർ, ശ്രീ ഫിലോമിന ജോസ്, ശ്രീ ആനി ജോർജ്, ശ്രീ ടി വി ഹരിദാസ്, ശ്രീ രാജേഷ്, സ്റ്റാഫ് തുടങ്ങി പ്രിയമുള്ളവരെ, ഇന്ന് ലോക ഡോക്ടേഴ്സ് ദിനമാണ്. ലോക ഡോക്ടേഴ്സ് ദിനം വിവിധ രാജ്യങ്ങളിൽ വിവിധ ഡേറ്റുകളിലാണ് ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അത് ജൂലൈ 1-നാണ് ആഘോഷിക്കുന്നത്. പ്രസിദ്ധനായ ഡോക്ടർ, പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന, ഭാരതരത്ന അവാർഡ് നേടിയ, ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച, വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിലൊട്ടനവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഡോക്ടർ DC റോയിയുടെ, അദ്ദേഹം ജനിച്ചതും ജൂലൈ 1-നാണ്, അദ്ദേഹം മരിച്ചതും ജൂലൈ 1-നാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നതിനും അദ്ദേഹത്തെ ഓർക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം, ഡോക്ടേഴ്സ് ദിനം, ജൂലൈ 1-ലേക്ക് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ദിനത്തിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ഡോക്ടറായ നമ്മുടെ ഡോക്ടർ മിനു പൈസ് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള അട്ടപ്പാടി പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. മാർച്ച് 2026 വരെ കരാറടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 4-ന് അഭിമുഖത്തിന് എത്തേണ്ടതാണ്. 5 ഒഴിവുകളുണ്ട്. MA സൈക്കോളജി അല്ലെങ്കിൽ MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അസൽ രേഖകളും തിരിച്ചറിയൽ രേഖയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അട്ടപ്പാടി അഗളി മിനി സിവിൽ സ്റ്റേഷൻ 2-ാം നിലയിലുള്ള ITDP ഓഫീസിലാണ് കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049254254382. ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തിയിൽ ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കോളേജിലെ NCC NSS യൂണിറ്റുകൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ജിമ്മി ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ മിനു തോമസ്, കോളേജ് റെക്ടർ ഫാദർ സിറിൽ എടമന എന്നിവർ ആശംസകൾ അറിയിച്ചു. NCC കോർഡിനേറ്റർമാരായ ലഫ്റ്റനന്റ് ജിനു TR, മിസ് ടെസ്ലിൻ സെബി, NSS പ്രോഗ്രാം ഓഫീസർ അജീഷ് AS, മിസ് ലിയ മത്തായി എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി മണ്ണുത്തി വിദ്യാർത്ഥി കോർണറിൽ സമാപിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് മൈമും പൊതുജനങ്ങൾക്ക് ബാഡ്ജ് വിതരണവും നടത്തി. തെക്കുംകര പഞ്ചായത്ത് വാർഡ് 9 പഴയന്നൂപ്പാടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. പഴയന്നൂപ്പാടത്ത് നടന്ന കുടുംബ സംഗമം മുൻ ജില്ലാ UDF ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സനൽ സണ്ണി അധ്യക്ഷത വഹിച്ചു. ബാർ കൌൺസിൽ ഓഫ് കേരള ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് മേനോൻ, ബാർ കൌൺസിൽ സംസ്ഥാന കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് ജൂലി ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തുത്തങ്ങൾ, DCC സെക്രട്ടറി സജി പോൾ മാടശ്ശേരി തുടങ്ങിയവരും, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ, സേവാദൾ നിയോജക മണ്ഡലം ചെയർമാൻ ബൈജു അരീരിക്കലും പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം 13-ാം ദിവസത്തിലേക്ക്. 12-ാം ദിവസത്തെ സമരം CPIM മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ രഞ്ജൻ S കരിപ്പായി അധ്യക്ഷനായി. VS സത്യശീലൻ, PM രമേശ് ചന്ദ്രൻ, B ഷിറാസ്, PM ശാരദ, V കുട്ടികൃഷ്ണൻ, NV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. TB ലത, മേരി ജോസഫ്, KM പ്രേമ, AM ആമിന, നളിനി MR, KS രാധ, ER സുലോചന, PM ശാരദ, ഡോക്ടർ S എസ്റ്റലിസ്റ്റ, PR അരവിന്ദാക്ഷൻ എന്നിവർ സത്യാഗ്രഹം ഇരുന്നിരുന്നു. അധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരുന്ന സർക്കാർ ഫണ്ടിൽ നിന്നും 12 വർഷം കൊണ്ട് തിരിച്ചു കിട്ടാവുന്ന നിലയ്ക്ക് ഒരു 60 കോടി രൂപയോ മറ്റോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. 12 വർഷം കൊണ്ട് അത് റിട്ടേൺ വരും. കമ്മ്യൂട്ടേഷൻ ഇനത്തിലേക്ക് കടത്തി വിട്ടാൽ പോലെ അത് തിരിച്ചു വരും.
മാത്രമല്ല ആ കാലയളവിൽ സർക്കാർ ഇതിന് ചെറിയൊരു പലിശ വഹിച്ചാൽ മതിയെന്നും ഈ സമര പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നു. ഇത് തയ്യാറാകുന്നില്ല. PF ആനുകൂല്യങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കരുത് നമ്മൾ പറയുന്നില്ല, പെട്ടെന്നുള്ള ഫണ്ട് കൊടുത്തു പോകണം. പക്ഷെ പെൻഷനേഴ്സിന് ന്യായമായും കിട്ടേണ്ട വിഹിതം കിട്ടുന്നില്ല. ഈ കമ്മ്യൂട്ട് ചെയ്ത് പൈസ കിട്ടിയാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഹിതം കിട്ടുമ്പോഴേ ആ വിഹിതത്തിന് വലിയ വാല്യൂ ഉണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പാരിസ്ഥിതിക അവബോധവും പരിസ്ഥിതി നൈപുണ്യങ്ങളും വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ 2024-25 വർഷം സംസ്ഥാന തലത്തിൽ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതിൽ ഒന്നാമതായി പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിനെ തിരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയിൽ നിന്നും 25,000 രൂപയും പ്രശസ്തി ഫലകവും ഉൾപ്പെട്ട പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു. സംസ്ഥാന തലത്തിൽ വലിയ നേട്ടത്തിന് വടക്കാഞ്ചേരി നഗരസഭ പാർലിക്കാട് സ്കൂളിലെ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും കുട്ടികളെയും ചൊവ്വാഴ്ച ആദരിച്ചു. നേട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച 5 kV സോളാർ പ്ലാന്റ് ഉദ്ഘാടനവും ആധുനിക ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഓപ്പണിംഗും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ ആദ്യത്തെ ഹെഡ്മാസ്റ്ററായ N. വെങ്കിട്ട സുബ്രഹ്മണ്യൻ മാഷിന്റെ ഓർമ്മയ്ക്ക് 1956 പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി വെങ്കിട്ടകൃഷ്ണനാണ് സ്കൂളിൽ സോളാർ പ്ലാന്റ് നിർമ്മിച്ചു നൽകിയത്. പാർലിക്കാട് ഗ്രാനൈറ്റ് ചാക്കോയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ പണി പൂർത്തീകരിച്ചത്. വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. ഗ്രീൻ ക്യാമ്പസ് എന്ന നഗരസഭയുടെ ആശയമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് PN സുരേന്ദ്രൻ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ മുഖ്യപ്രഭാഷണം നടത്തി. പോയസി ചെയർമാൻ ഡോക്ടർ സാധു പത്മനാഭൻ വിശിഷ്ടാതിഥിയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ഷീല, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ, OSA ട്രഷററും കൌൺസിലറുമായ ഐശ്വര്യ ബാബു, ഹെഡ്മിസ്റ്റേഴ്സ് ലത എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ലഹരിക്കെതിരെ കുട്ടികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. കാര്യത്തിലും ഗ്രീൻ സ്കൂൾ എന്നുള്ള കാര്യത്തിലും ഒരുപാട് ഗ്രീൻ ക്യാമ്പസ് എന്നൊരു കാറ്റഗറിയിൽ ഒരുപാട് പ്രവൃത്തി കാഴ്ചവെക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു മേഖല മാത്രമല്ല, ഇപ്പോൾ മറ്റ് പല മേഖലയും ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ നല്ലൊരു ഫ്ലാഷ് മോബോട് കൂടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾ നല്ലൊരു ഭംഗിയായിട്ട് ആ ഒരു മെസ്സേജ് നമ്മുടെ എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രയത്നമാണ് കാഴ്ചവെച്ചത്. ആ കുട്ടികളെയും ഈ സ്കൂളിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം ഇതുപോലെ ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സോ കുട്ടികളോ പാരൻസോ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു വികസനം സാധിക്കില്ല. ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഏതൊരു സ്ഥാപനമായാലും, പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോഴത്തേക്ക് വേണ്ടി വരാം. ഇപ്പം മുനിസിപ്പാലിറ്റി തന്നെ ആക്ച്വലി ഇതിനു മുമ്പ് ഞാൻ ഒരു വടക്കാഞ്ചേരി സ്കൂളിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
വാർത്തകൾ തുടരുന്നു. ഉദയനഗർ അയ്യന്തോൾ റോഡിന്റെ തകർച്ചയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഉദയനഗർ അയ്യന്തോൾ റോഡിന്റെ തകർച്ച അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അയ്യന്തോൾ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പുതിയനഗർ റോഡിൽ പ്രതിഷേധവും ധർണയും സംഘടിപ്പിച്ചു. ഡിവിഷനിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പൂങ്കുന്നം ഡിവിഷൻ കൌൺസിലർ VR ആതിരയുടെ അനാസ്ഥയാണ് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഇടപെടാതെ ജനങ്ങളെ കളിയാക്കുകയായിരുന്നു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷനിലെ ജനങ്ങളുടെ പരാതിയെയും പ്രതിഷേധത്തെയും പുച്ഛിച്ചു തള്ളുന്ന കൌൺസിലറുടെ നടപടി അപലപനീയമാണെന്നും രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ്, തൃശൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, യൂത്ത് കോൺഗ്രസ് തൃശൂർ അസംബ്ലി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡെൽജിൻ ഷാജു, സെക്രട്ടറി നിഖിൽ വടക്കൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൌൺസിലിൽ അച്ചടക്ക നടപടി പാലിക്കാതെ കൌൺസിൽ അലങ്കോലമാക്കാൻ ശ്രമിച്ച 10 കൌൺസിലർമാരെ ഇനിയുള്ള 2 കൌൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മേയർ MK വർഗീസ് അറിയിച്ചു. രാജൻ ജെ പല്ലൻ, ജോൺ ഡാനിയേൽ, ലാലി ജെയിംസ്, മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, സുനിത വിനു, രാമനാഥൻ, ഗോപകുമാർ, സുനിൽ രാജ്, ശ്യാമള മുരളീധരൻ തുടങ്ങിയ കൌൺസിലർമാരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ചേലക്കര സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തേക്ക് ഒഴിവുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഗണിതശാസ്ത്രം ലെക്ചറർ തസ്തികകളിലേക്ക് താൽക്കാലിക ഗസ്റ്റ് അധ്യാപകരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂൺ 30 രാവിലെ 9:30 എഴുത്തുപരീക്ഷയ്ക്കും അഭിമുഖത്തിനും ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484254484. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത് സാക്ഷര കേരളത്തിലാണെന്നും എത്ര തലപൂഴ്ത്തി വെച്ചാലും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ. രാജ്യത്ത് 1ാം സ്ഥാനമെന്ന് വീമ്പ് പറഞ്ഞ കേരളത്തിലെ ആരോഗ്യരംഗത്തെ നാഴികക്കല്ലുകളായി മെഡിക്കൽ കോളേജുകൾ വെന്റിലേറ്ററായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരുടെയും പാവങ്ങളുടെയും ആതുരാലയങ്ങളായി പ്രവർത്തിക്കേണ്ട സർക്കാർ ആശുപത്രികൾ നിഷ്ക്രിയ സ്ഥാപനങ്ങളായി മാറുന്നു. KPCCയുടെ ആഹ്വാനപ്രകാരം ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ DCCയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. ആരോഗ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുമ്പോൾ മന്ത്രി വീണയെന്നല്ല ഇപ്പോൾ ചേരുന്നത്, വീണ മന്ത്രി എന്നാണെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, അനിലക്കര, ജോസഫ് ചാലിശ്ശേരി, രാജേന്ദ്രൻ അരങ്ങത്ത്, PJ രാജു, വിപിൻ വടേരിയാട്ടിൽ, സുരേഷ് അവണൂർ, MS ശിവരാമകൃഷ്ണൻ, T നിർമ്മല എന്നിവർ നേതൃത്വം നൽകി. ദേശമംഗലം ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ 2 വർഷ NCTV കോഴ്സുകൾ ട്രേഡിലേക്ക് 2025-26 വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. https://det-kerala.gov. എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേനയും ഓൺലൈനായി സമർപ്പിക്കാം. ജൂൺ 30 വരെയാണ് അവസാന തീയതി. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രോസ്പെക്ടസും വകുപ്പ് വെബ്സൈറ്റിലും ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 048842799944. കട്ടിലപ്പൂവം മേലില്ലം മൂട്ടപ്പിള്ളിൽ ബിനോയ് വർഗീസിന്റെ ഭാര്യ മേരി ഏലിയാസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് ICUവിലായിരുന്നു. ബിനോയ് വർഗീസ് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ജീവനക്കാരനും ലേബർ അസോസിയേഷൻ AITUC യൂണിറ്റ് സെക്രട്ടറിയുമാണ്. പവിത്രൻ ബിനോയ്, പ്രതിഭ ബിനോയ്, പ്രബിന ബിനോയ് എന്നിവരാണ് മക്കൾ. മൃതസംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്ക് മേലില്ലത്തുള്ള വീട്ടിലും തുടർന്ന് കട്ടലപ്പൂവം സെന്റ് മേരീസ് പള്ളിയിലുമായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നടത്തറ പഞ്ചായത്തിലെ മുളയം പണ്ടാരച്ചിറ ചെക്ക് ഡാം റവന്യൂ മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സ്റ്റീൽ ആൻഡ് ഫോർജിംഗ് ലിമിറ്റഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി P. രാജീവ് നിർവഹിച്ചു. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ചും ധർണയും നടത്തി. നടത്തറ പഞ്ചായത്തിലെ അമ്പാടി ലൈൻ റോഡും നമസ്തേപുരം റോഡും റവന്യൂ മന്ത്രി K. രാജൻ നാടിന് സമർപ്പിച്ചു. KPCC സാംസ്കാരിക സാഹിതി മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി മുല്ലക്കര മുളയം റോഡ് സബ് സെന്ററിലെ ഡോക്ടർമാരെ ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.